ഭാര്യ ഭർത്താവ് നിങ്ങളുടെ സംശയങ്ങൾ എവിടെ വരെ എത്തിക്കുന്നതെന്നുള്ളത് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? സംശയം എന്ന് പറയുന്നത് മനസ്സിൻ്റെ നിഴലാണോ അതോ ബന്ധത്തിൻ്റെ പരീക്ഷണമാണോ എന്നുള്ളതാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഒരുപാട് വീടുകൾ പുറത്തു നോക്കുമ്പോഴെങ്ങനെയാണെന്ന് അറിയാം, വളരെ മനോഹരമായി തോന്നാറുണ്ട് നമുക്കല്ലേ. എന്നാൽ അകത്ത് ചിലപ്പോഴും മൗനമായ യുദ്ധങ്ങളൊക്കെ നടക്കാറുണ്ടെന്നാണ് പറയുക. ആ യുദ്ധത്തിൻ്റെ ആയുധം വാക്കുകളൊന്നുമല്ല, സംശയങ്ങളാണ്. ഭാര്യ ഭർത്താവിനെ സംശയിക്കുന്നു, ഭർത്താവ് ഭാര്യയെ സംശയിക്കുന്നു. ഇത് വെറും ആരോപണമാണെന്ന് നിങ്ങൾ ആരും വിചാരിക്കുക. പലപ്പോഴും അത് ഉള്ളിലെ ഭയങ്ങളുടെ പ്രതിഫലനമാണെന്ന് പറയാം. എനിക്ക് അവൻ നഷ്ടപ്പെടുമോ, അതല്ലെങ്കിൽ അവളെ ഇനി എന്നെ അത്രയ്ക്ക് അങ്ങോട്ട് സ്നേഹിക്കുന്നില്ലേ എന്നുള്ള ഭയങ്ങളൊക്കെ. ഈ ഭയങ്ങൾ തുറന്നു പറയാൻ നമുക്ക് ധൈര്യമില്ലാത്തപ്പോഴാണ് നമുക്കത് സംശയമായി പുറത്തു വരുന്നത് എന്നുള്ളത്. നെഗറ്റീവ് വശം ഉണ്ട് ഇതിൻ്റെ ഒരുപാട്. ഒന്ന് പറഞ്ഞാൽ എന്താണ് സംശയം? ഒരിക്കൽ മനസ്സിൽ വേരൂന്നി കഴിഞ്ഞാൽ അത് ഓരോ സംഭവത്തെയും തെറ്റായ കണ്ണാടിയിലൂടെ കാണാൻ തുടങ്ങുമെന്നുള്ളതാണ്. ചിരി പോലും നമുക്ക് സംശയമായി മാറും, നിശബ്ദത പോലും നമുക്ക് കുറ്റമായി തോന്നും പലപ്പോഴും. അവിടെ നിന്ന് തുടങ്ങുന്ന നിരീക്ഷണം, അതുപോലെ തന്നെ ചോദ്യം ചെയ്യൽ, നിയന്ത്രണം, അവസാനം അവിശ്വാസം. സംശയത്തിൻ്റെ തീയിൽ സ്നേഹം പതിയെ കത്തിത്തീരുമെന്നാണ് പറയുക. കാരണം സ്നേഹത്തിന് ശ്വാസം നൽകുന്നത് വിശ്വാസമാണ് എന്നുള്ളതാണ്. എന്നാൽ പോസിറ്റീവ് വശമുണ്ട്. എന്താണെന്നറിയോ? സംശയം വരുന്നത് ബന്ധങ്ങൾ നശിച്ചു എന്നതിന് ഒരു അർത്ഥവുമില്ല. കാരണം പലപ്പോഴും അതൊരു മുന്നറിയിപ്പായി കൂട്ടണം. നമ്മൾ തമ്മിൽ കൂടുതൽ സംസാരിക്കണം എന്ന സന്ദേശം വരുത്താണ്. ഭർത്താവും ഭാര്യയും ശത്രുക്കളല്ല കേട്ടോ, ഒരേ ടീമിൽ കളിക്കുന്നവരവർ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ പരസ്പരം നിങ്ങൾ കുറ്റപ്പെടുത്തേണ്ടവരല്ല, പ്രശ്നത്തിനെതിരെ ഒരുമിച്ച് നിൽക്കണമെന്നാണ് പറയാം. സംശയം തോന്നുന്ന നിമിഷം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ചോദിക്കേണ്ടത് എന്തെന്നറിയോ? ഞാൻ വിശ്വാസം നൽകുന്നുണ്ടോ നിങ്ങൾക്ക് എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോടെല്ലാം തുറന്ന് പറയുന്നുണ്ടോ എന്നുള്ളതാണ്. രണ്ടും ഒരു കണ്ണാടി പോലെയാണ് കേട്ടോ. നമ്മൾ നൽകുന്നത് തന്നെയാണ് തിരിച്ചും നമുക്ക് കാണിക്കുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, വിശ്വാസം ഒരിക്കലും കണക്കുകൂട്ടലിൽ നിന്നുണ്ടാകുന്ന ഒന്നല്ല, മറിച്ച് അത് ആത്മാർത്ഥതയിൽ നിന്ന് കിടക്കുന്നു എന്നുള്ളതാണ്. ഒരാളുടെ ഫോൺ പരിശോധിച്ച് കഴിഞ്ഞിട്ട് വിശ്വാസം നിങ്ങൾക്ക് നേടാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ട കേട്ടോ. ഒരാളുടെ ഹൃദയം കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് വിശ്വാസം വരികയുള്ളൂ എന്നുള്ളതാണ്. സംശയം എന്ന് പറഞ്ഞാൽ കോപത്തോടെ പ്രതികരിക്കരുത്. നിങ്ങൾ ശാന്തമായി സംസാരിക്കുക, നിങ്ങൾ ആക്ഷേപം ഉയർത്താതെ ആശങ്ക പങ്കിടുക. നിങ്ങൾ എനിക്ക് ഇങ്ങനെ തോന്നുന്നു എന്ന് തുടങ്ങുന്ന വാക്കുകളൊക്കെ തന്നെ നീ അങ്ങനെ ചെയ്തു എന്ന് കുറ്റപ്പെടുത്തുന്നതിന് പകരം നിങ്ങൾ ബന്ധത്തെ രക്ഷിക്കുമെന്ന് ഒരിക്കലും നിങ്ങൾ മറക്കരുത്. വിശ്വാസമില്ലാത്ത സ്നേഹം ഒരു ശൂന്യമായ വീടാണെന്ന് പറയാം. സംശയമില്ലാത്ത സ്നേഹം അന്ധമായ വിശ്വാസമാവരുത് നിങ്ങൾക്ക്. സത്യസന്ധതയും അതുപോലെ തന്നെ പരസ്പര ബഹുമാനവും കൂടിയിടത്താണ് നമുക്ക് ആരോഗ്യപരമായ ദാമ്പത്യം ഉണ്ടാകുമെന്ന് പറയാം. അതുകൊണ്ട് ഇന്ന് നമുക്ക് തീരുമാനിക്കാം, സംശയം നമ്മൾ വേർതിരിക്കാൻ അനുവദിക്കരുത് എന്നുള്ളത്. അതിനെ ഒരു പാലമാക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിയട്ടെ കേട്ടോ. കൂടുതൽ അടുത്ത് ചേരാൻ കാരണമാകട്ടെ നിങ്ങൾക്ക്. ഭാര്യയും ഭർത്താവും രണ്ടുപേരല്ല, ഒരു ജീവിതത്തിൻ്റെ രണ്ട് പാതികളാണ് എന്നുള്ളത്. അതുകൊണ്ട് ഇവിടെ സംശയത്തിനായി നിങ്ങൾ നിൽക്കരുത്. വിശ്വാസം നിങ്ങളുടെ പാലമായി മാറട്ടെ. എല്ലാവർക്കും ഒരുപാട് സ്നേഹം മാത്രം. താങ്ക്